അമേരിക്കൻ ഐക്യനാടുകളിലെ ഏറ്റവും വലിയ തർക്കവിഷയമായ കുടിയേറ്റ നയങ്ങളിലൊന്നിൽ വീണ്ടും വൻ രാഷ്ട്രീയ വടംവലി പ്രകടമാവുകയാണ്. US മണ്ണിൽ ജനിക്കുന്ന ആർക്കും അമേരിക്കൻ പൗരത്വം ഉറപ്പു നൽകുന്ന 150-ലധികം വർഷം പഴക്കമുള്ള ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് നിയമത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് അടുത്തിടെ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഈ സുപ്രീം കോടതിയുടെ വിധിയുടെ മൂർച്ച കുറയ്ക്കാനും പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ പൗരത്വ അവകാശം പരിമിതപ്പെടുത്താനും റിപ്പബ്ലിക്കൻ പാർട്ടി എംപിമാർ തീവ്ര ശ്രമം ആരംഭിച്ചതായി വാഷിംഗ്ടൺ ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നു. അമേരിക്കൻ ഭരണഘടനയുടെ സംരക്ഷണം ഇല്ലാതാക്കാൻ റിപ്പബ്ലിക്കന്മാർ സഭയിൽ കൊണ്ടുവന്ന പുതിയ ബില്ലുകൾ എന്തൊക്കെയാണ്? ഇത് അമേരിക്കൻ രാഷ്ട്രീയത്തെയും അവിടെയുള്ള ലക്ഷക്കണക്കിന് കുടിയേറ്റ കുടുംബങ്ങളെയും എങ്ങനെ ബാധിക്കും? നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. സംഭവത്തിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ 2ാം തവണ അധികാരത്തിലെത്തിയ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം തന്റെ ഭരണത്തിന്റെ ആദ്യ ദിനം തന്നെ ഒപ്പുവെച്ച എക്സിക്യൂട്ടീവ് ഉത്തരവാണ് ഈ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചത്. അനധികൃത കുടിയേറ്റക്കാരുടെയും താൽക്കാലിക വിസയിലുള്ളവരുടെയും മക്കൾക്ക് ജനനാനുകൂല്യ പൗരത്വം നൽകുന്നത് തടയാനായിരുന്നു ഈ എക്സിക്യൂട്ടീവ് ഓർഡർ ശ്രമിച്ചത്. എന്നാൽ ട്രംപ് വേഴ്സസ് ബാർബറ കേസിലെ സുപ്രീം കോടതി വിധി ട്രംപിന് കനത്ത തിരിച്ചടി. ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സിന്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് വ്യക്തമായ ഭൂരിപക്ഷത്തിൽ ട്രംപിന്റെ ഉത്തരവ് റദ്ദാക്കി. 1868 അംഗീകരിച്ച US ഭരണഘടനയുടെ 14ാം ഭേദഗതിയിലെ സിറ്റിസൺഷിപ്പ് ക്ലോസ് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി വിധി പ്രസ്താവിച്ചത്. US ജനിക്കുന്ന ഏതൊരു കുട്ടിക്കും അവരുടെ മാതാപിതാക്കളുടെ കുടിയേറ്റ പദവി എന്ത് തന്നെയായാലും സ്വയം അമേരിക്കൻ പൗരത്തിന് അർഹതയുണ്ടെന്ന് കോടതി അടിവരയിട്ടിരുന്നു. എന്നാൽ സുപ്രീം കോടതി വിധിയോടെ ഈ വിഷയം അവസാനിച്ചില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് വാഷിംഗ്ടൺ ടൈംസ് പുറത്തുവിട്ട പുതിയ വിവരങ്ങൾ. കോടതി വിധി തങ്ങളുടെ ലക്ഷ്യങ്ങൾക്കുള്ള അവസാന വാക്കല്ലെന്നും ഭരണഘടനാ ഭേദഗതി ചെയ്തോ നിയമങ്ങൾ നിർമ്മിച്ചോ ഇതിനെ ചേർക്കുമെന്നുമാണ് റിപ്പബ്ലിക്കൻ നേതാക്കളുടെ നിലപാട്. വാഷിംഗ്ടൺ ടൈംസ് റിപ്പോർട്ട് അനുസരിച്ച് ജനപ്രതിനിധി സഭയിലെയും സെനറ്റിലെയും റിപ്പബ്ലിക്കൻ നിയമനിർമ്മാതാക്കൾ 2 പ്രധാന തന്ത്രങ്ങളാണ് പയറ്റുന്നത്. ഒന്ന്, ഭരണഘടനാ ഭേദഗതി നീക്കങ്ങൾ. ജനപ്രതിനിധി സഭാ സ്പീക്കർ മൈക്ക് ജോൺസൺ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ ഭരണഘടനയുടെ 14ാം ഭേദഗതി തിരുത്തി എഴുതാനുള്ള നിർദ്ദേശങ്ങൾക്ക് പിന്തുണ നൽകുന്നുണ്ട്. പൗരത്വ അവകാശം ദുരുപയോഗം ചെയ്യപ്പെടുന്നുവെന്നും മാതാപിതാക്കളിൽ ഒരാളെങ്കിലും അമേരിക്കൻ പൗരനോ സ്ഥിരതാമസക്കാരനോ ആണെങ്കിൽ മാത്രം കുട്ടിക്ക് പൗരത്വം നൽകുന്ന രീതിയിലേക്ക് നിയമം മാറ്റണമെന്നുമാണ് ഇവരുടെ വാദം. 2, ടെറിട്ടറികളെയും നിയമപരമായ വിടവുകളെയും ലക്ഷ്യമിട്ടുള്ള ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി പാസാക്കാൻ കോൺഗ്രസിൽ 3/2 ഭൂരിപക്ഷം വേണമെന്നിരിക്കെ അതിനു പകരം സാധാരണ ബില്ലുകളിലൂടെ നിയന്ത്രണം ഏർപ്പെടുത്താനാണ് മറ്റൊരു നീക്കം. ഉദാഹരണത്തിന് വെർജീനിയയിൽ നിന്നുള്ള റിപ്പബ്ലിക്കൻ പ്രതിനിധി മോർഗൻ ബ്രിഫിത്ത് അവതരിപ്പിച്ച എൻഡ് ബർത്ത് റൈറ്റ് സിറ്റിസൺഷിപ്പ് ഫോർ ടെറിട്ടറീസ് ആക്ട് പ്യൂട്ടോ റിക്കോ, ഗുവാം, US വിർജിൻ ദ്വീപുകൾ തുടങ്ങിയ US ടെറിട്ടറികളിൽ ജനിക്കുന്ന കുട്ടികളുടെ പൗരത്വ അവകാശം ഒഴിവാക്കാനാണ് ഈ ബില്ല് ലക്ഷ്യമിടുന്നത്. ഇതിനു പുറമെ വോട്ടർ രജിസ്ട്രേഷന് കർശനമായ പൗരത്വ തെളിവുകൾ നിർബന്ധമാക്കുന്ന സേവ് അമേരിക്ക ആക്ട് പോലുള്ള നിയമനിർമ്മാണങ്ങൾ വഴിയും ഭരണഘടനാ പരിരക്ഷകളെ പരോക്ഷമായി ദുർബലപ്പെടുത്താൻ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ഈ നീക്കങ്ങൾ US രാഷ്ട്രീയത്തിൽ വലിയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഡെമോക്രാറ്റുകളുടെ ശക്തമായ എതിർപ്പ് ഇതിലൊന്നാണ്. ഡെമോക്രാറ്റിക് പാർട്ടിയും മനുഷ്യാവകാശ സംഘടനകളും ഈ ബില്ലുകളെ ഭരണഘടനാ വിരുദ്ധവും വംശീയ അധിഷ്ഠിതവുമാണെന്ന് വിശേഷിപ്പിക്കുന്നു. അമേരിക്കയുടെ മൂല്യങ്ങൾക്കും ചരിത്രത്തിനുമെതിരായ നീക്കമാണിതെന്നും അവർ വാദിക്കുന്നു. മറ്റൊന്ന്, 2026 മിഡ് ടേം തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം. അമേരിക്കയിൽ നടക്കാനിരിക്കുന്ന 2026 മധ്യകാല തെരഞ്ഞെടുപ്പിൽ തങ്ങളുടെ യാഥാസ്ഥിതിക വോട്ട് ബാങ്കിനെ സംയോജിപ്പിക്കാനുള്ള രാഷ്ട്രീയ ആയുധമായും റിപ്പബ്ലിക്കന്മാർ കുടിയേറ്റ വിഷയത്തെ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ആരോഗ്യ സാമ്പത്തിക മേഖലയിലെ ആശങ്കകളും ഇതിൽ ഒരു പോയിന്റാണ്. US ഹോസ്പിറ്റൽ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള സംഘടനകൾ മുന്നറിയിപ്പ് നൽകുന്നത് ഇത്തരം അനിശ്ചിതത്വങ്ങൾ കുടിയേറ്റ കുടുംബങ്ങൾക്ക് അടിസ്ഥാന ആരോഗ്യ സംരക്ഷണവും ഇൻഷുറൻസും ലഭിക്കുന്നത് തടയുമെന്നാണ്. ഇത് രാജ്യത്തെ പൊതുജനാരോഗ്യ സംവിധാനത്തിന് ഭാരമാകുമെന്നും ഇവർ ചൂണ്ടിക്കാണിക്കുന്നു. ലോകത്തിൽ നിബന്ധനകളില്ലാതെ ജനനാനുകൂല്യ പൗരത്വം നൽകുന്ന ചുരുക്കം ചില വികസിത രാജ്യങ്ങളിലൊന്നാണ് അമേരിക്ക. ഒരു വശത്ത് ഭരണഘടന നൽകുന്ന വാഗ്ദാനവും സുപ്രീം കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുമ്പോൾ മറുവശത്ത് ജനപ്രതിനിധി സഭയിലൂടെ അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന റിപ്പബ്ലിക്കൻ തന്ത്രവും. ഈ ബില്ലുകൾ കോൺഗ്രസിൽ പാസ്സാകുമോ അതോ സുപ്രീം കോടതി വീണ്ടും ഇടപെട്ട് ഇവ തള്ളിക്കളയുമോ എന്നത് വരും മാസങ്ങളിൽ അമേരിക്കൻ രാഷ്ട്രീയത്തിന്റെ ഗതി നിർണ്ണയിക്കും. എന്തായാലും ആഗോളതലത്തിൽ തന്നെ US കുടിയേറ്റക്കാരുടെയും പ്രവാസികളുടെയും ഭാവിയിൽ നിർണായകമായ ഒരു അധ്യായമാണ് വാഷിംഗ്ടണിൽ ഇപ്പോൾ എഴുതപ്പെടുന്നത്.